ശ്രീ നിസാം സെയ്ദ്, 100 അല്ലെങ്കിൽ 100-ലധികം എന്നുള്ള വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസ് വെക്കുന്നത്. അതത്ര എളുപ്പമുള്ളതല്ല, നമുക്കറിയാം. 22-ൽ നിന്നാണ് ഈ വലിയ സ്വപ്നത്തിലേക്ക് പോകുന്നത്. ആ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ വലിയ കടമ്പകളുണ്ട്. വലിയ രീതിയിലുള്ള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, സർക്കാർ എന്നുള്ളതല്ല, CPM-ൻ്റെ ഭാഗത്തു നിന്നും പല തന്ത്രങ്ങൾ ഇനിയും മെനയാം. അത് ഏതെങ്കിലും ഒരു നേതാവിനെ മാത്രം കേന്ദ്രീകരിച്ചാകില്ല. മാത്രമല്ല, ഈ പറഞ്ഞ പഴയ ജയത്തിൽ നിന്നും, ചെറിയ ജയത്തിൽ നിന്നും ഈ പറഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 80 നിയമസഭാ സീറ്റുകൾ ജയിച്ചിട്ടുണ്ട് എന്ന ആത്മവിശ്വാസമൊക്കെ ശരി തന്നെ. പക്ഷേ ഈ 100-100-ലധികം എത്രത്തോളം പ്രായോഗികമാണ്? പ്രതി, ഈ ചർച്ചയുടെ പാനൽ കണ്ടപ്പോൾ ഇതിൽ BJP പ്രതിനിധി ഇല്ല എന്നായിരുന്നു ഞാൻ ധരിച്ചത്. പക്ഷേ BJPയെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ, അതിശയിപ്പിക്കുന്ന രീതിയിൽ പച്ച വർഗീയത പറയുന്ന CPM-ൻ്റെ പേരിൽ ഒരാൾ ഈ ചർച്ചയിലിരുന്ന് സംസാരിക്കൂ എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തേണ്ട കാര്യമില്ല. CPM കുറേ നാളായി തുടർന്നു വരുന്ന ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണിത്. എങ്കിൽ പോലും മുസ്ലിം UDF-ന് വോട്ട് ചെയ്താൽ അത് മുസ്ലിങ്ങൾക്ക് വോട്ട് ചെയ്യുകയാണ്, മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുകയാണ്, മുസ്ലിം വർഗീയതയെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയാണ് എന്നൊക്കെ CPM പ്രതിനിധിയായി വരുന്ന ഒരാൾ ഇത്ര പച്ചയായി പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം BJPയെക്കുറിച്ചൊരു അക്ഷരം പറഞ്ഞില്ല, BJP ഉയർത്തുന്ന വർഗീയതയെക്കുറിച്ചൊരു അക്ഷരം പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് മൊത്തം കേരളത്തിൽ UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിം വർഗീയതയായിരിക്കും കേരളം ഭരിക്കുന്നതെന്നാണ്. ഞാൻ ഓർത്തുപോയത് 2017 ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്രമോദി ആദ്യത്തെ ഘട്ടത്തിൽ BJPക്ക് വലിയ നഷ്ടമുണ്ടായി എന്ന് പറഞ്ഞപ്പോൾ രണ്ടാം ഘട്ടത്തിൽ നരേന്ദ്രമോദി ഉയർത്തിയ ഒരു വാദം, പാകിസ്ഥാൻ ഗുജറാത്തിൽ ഒരു മുസ്ലിമിനെ മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിക്കുന്നു, അതുകൊണ്ട് മുസ്ലിം മുഖ്യമന്ത്രിയാകുന്ന സാഹചര്യം ഒഴിവാക്കാൻ BJPക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു. ഏതാണ്ട് അതിനെ സമാനമായി, അതിനേക്കാൾ വളരെ ക്രൂഡായി ഒരു വാദം ഈ CPM പ്രതിനിധി ഉന്നയിക്കുന്നു എന്നുള്ളത് പരാജയത്തിൽ നിന്ന് ഒരു പാഠവും CPM പഠിക്കുന്നില്ല എന്നുള്ളതിൻ്റെ മാത്രം ലക്ഷണമാണ്. നമുക്കറിയാം, ബുദ്ധിയുള്ളവർ മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പാഠം പഠിക്കും, സാധാരണക്കാർ സ്വന്തം തെറ്റുകളിൽ നിന്ന് പാഠം പഠിക്കും, വിഡ്ഢികൾ ഒരു കാലത്ത് ഒരു പാഠവും പഠിക്കില്ല എന്ന് പറയുന്നത് പോലെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നിന്നല്ല, കഴിഞ്ഞ ഒരു വർഷക്കാലമായി CPM കേരളത്തിലാകെ പറഞ്ഞു നടക്കുന്ന ഈ ഉയർത്താൻ ശ്രമിക്കുന്ന ഈ മുസ്ലിം വിരോധം, ജമാഅത്തെ ഇസ്ലാമിയെയും മുസ്ലിം ലീഗിനെയും കൂട്ടിക്കെട്ടി അതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് എന്നുള്ള അവരെ പ്രതി ചാർത്തി ഭൂരിപക്ഷ വർഗീയതയെ സമാഹരിക്കാനുള്ള, അതിൻ്റെ പേരിൽ BJPയുമായി വേണമെങ്കിൽ തോളിൽ കയറാനുള്ള യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം അയ്യപ്പ സംഗമത്തിൽ വായിക്കാൻ തയ്യാറാവുന്ന ഒരു CPM-നെയാണ് നാം കാണുന്നത്. അത് കേരളത്തിലെ ജനങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു എന്ന് ഈ തെരഞ്ഞെടുപ്പോടുകൂടി ബോധ്യമായിട്ടും വീണ്ടും CPM-ൻ്റെ ഒരു പ്രതിനിധിയായി വരുന്നയാൾ അത് ഉയർത്തുന്നു എന്നുള്ളത് ഈ വിഡ്ഢികൾ ഒരു കാലത്തും ഒരു പാഠവും പഠിക്കില്ല എന്നുള്ളതിൻ്റെ മാത്രം സന്ദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ 100 സീറ്റിലേക്ക് എത്തുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാകും എന്നെനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്, കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും എളുപ്പമുള്ളത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വിജയിക്കാനാണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വിജയിക്കാനാണ്. കാര്യം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രാദേശികമായ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടാകും, ഒട്ടേറെ വികാരങ്ങളുണ്ടാകും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായ വികാരങ്ങൾക്കൊക്കെ അപ്പുറത്ത് കേരളത്തിൽ പൊതുവായ ഒരു ചിന്താധാര പ്രവർത്തിക്കുന്നതായി നമുക്കെല്ലാം ബോധ്യമായി. CPM-ന് മാത്രം അത് ബോധ്യമായിട്ടില്ല. CPM-ന് അത് ബോധ്യമാകാത്തിടത്തോളം കാലം ആ പ്രശ്നത്തെ അവർക്ക് അഭിമുഖീകരിക്കാനും കഴിയില്ല. നമുക്കറിയാം, ഒരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ആദ്യം പ്രശ്നമുണ്ട് എന്ന് അംഗീകരിക്കണം. പ്രശ്നമുണ്ട് എന്ന് അംഗീകരിച്ചാൽ മാത്രമേ പ്രശ്നം എന്താണെന്ന് കണ്ടെത്താൻ കഴിയൂ. പ്രശ്നം എന്താണെന്ന് കണ്ടെത്തിയാൽ മാത്രമേ ആ പ്രശ്നത്തിൻ്റെ പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയൂ. ഇവിടെ CPM തോറ്റു എന്നുള്ളത് CPM ഇതേവരെ അംഗീകരിച്ചിട്ടില്ല. പിന്നെ എന്താണ് തോൽവിയുടെ കാരണം എന്ന് CPM-ന് എങ്ങനെ പരിശോധിക്കാൻ കഴിയും? ആ കാരണങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണാൻ കഴിയും? അതുകൊണ്ടാണ് CPM-ൻ്റെ തോൽവിക്ക് കാരണമായ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ആ കാരണങ്ങളെ ഒന്നും അഡ്രസ്സ് ചെയ്യാതെ CPM ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിൽ പഴയതുപോലെ തന്നെ വീണ്ടും പോകണം. വീണ്ടും 10 കോടി രൂപ മുടക്കി CPM ലോക കേരള സഭ വിളിക്കുന്നു. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെതിരെ കേസെടുക്കുന്നു. ഇങ്ങനെ പഴകി തേഞ്ഞ് തീർന്ന ആയുധങ്ങൾ വീണ്ടും വീണ്ടും എടുത്ത് ജനങ്ങളെ വെറുപ്പിക്കുക എന്നുള്ള പ്രക്രിയ വളരെ ശക്തമായി CPM വീണ്ടും വീണ്ടും തുടരുന്ന ലക്ഷണങ്ങളാണ് നാം കാണുന്നത്. കോൺഗ്രസിൻ്റെ ഇന്നത്തെ ക്യാമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ ക്യാമ്പ് കഴിഞ്ഞ് വന്ന പല നേതാക്കന്മാരുമായി ഞാൻ സംസാരിച്ചു. ഇത്രയേറെ ആത്മവിശ്വാസത്തോടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ സംസാരിക്കുന്നത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. കാര്യം, കോൺഗ്രസ് അവിടെ നടന്ന ചർച്ചകൾ
അത്രയേറെ ഫലപ്രദമായിരുന്നു, അത്രയേറെ മാറ്റർ ഓഫ് ഫാക്റ്റ് ആയിരുന്നു, ബിസിനസ് ലൈക്ക് ആയിരുന്നു എന്നുള്ള അഭിപ്രായമാണ് ഞാൻ സംസാരിച്ച കോൺഗ്രസിൻ്റെ നേതാക്കന്മാരൊക്കെ പങ്കുവച്ചത്. ഇന്നലെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ പങ്കെടുത്തവരാകട്ടെ, ഇന്ന് അവസാനത്തെ VD സതീശൻ്റെ യോഗത്തിൽ പങ്കെടുത്ത, ഇന്നലെ പ്രാദേശികമായ 3 മേഖലകളായി തിരിഞ്ഞുള്ള ചർച്ചകളിൽ പങ്കെടുത്തവരൊക്കെ, ഇവരൊക്കെ കൃത്യമായ ക്രിയാത്മകമായ ചർച്ചകളാണ് അവിടെ നടത്തിയത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കരുത്. VD സതീശൻ 2006 മുതലുള്ള ഓരോ തെരഞ്ഞെടുപ്പുകളും ഇഴകീറി പരിശോധിച്ച് ഏതൊക്കെ ജനവിഭാഗങ്ങൾ ഏതൊക്കെ കാലഘട്ടത്തിൽ UDFൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്, ഏതൊക്കെ ജനവിഭാഗങ്ങൾ തിരികെ വന്നിട്ടുണ്ട്, എന്തൊക്കെ ഘടകങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പിലും വർക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഇഴകീറി പരിശോധിച്ച് ഏതാണ്ട് 2 മണിക്കൂറോളം നീണ്ടുനിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻറ്റേഷൻ കഴിഞ്ഞപ്പോൾ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കളും ഏതാണ്ട് ഒരേ മനസ്സോടുകൂടി ചിന്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി എന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ. ഒരേ മനസ്സോടുകൂടി എല്ലാ പ്രതികരണങ്ങൾ വരാറുള്ളത് എന്നുള്ളതാണ്. നമ്മൾ പലതവണയും നമ്മൾ അതിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. ചില തെരഞ്ഞെടുപ്പ് സമയത്ത് പല നേതാക്കളും ഈ പറയുന്ന സമ്മിറ്റിലല്ല ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കും. സ്ഥാനാർത്ഥിത്വം മോഹിച്ചവർ അത് കിട്ടാതെ വരുന്ന സമയത്ത് നടത്തുന്ന പ്രതികരണങ്ങൾ, ഈ പറയുന്ന കർശന നിയന്ത്രണങ്ങളൊക്കെ കടന്നു തന്നെയാണ് നേതാക്കൾ പ്രതികരിക്കേണ്ടത്. അതാണ് കോൺഗ്രസിൻ്റെ ഒരു പൊതു സ്വഭാവം. അപ്പോൾ നമ്മൾ ഇനി എന്തിനൊക്കെ സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്നുള്ളത് കൂടിയുണ്ട്. ഈ പറഞ്ഞ കേഡർ രീതിയിൽ തന്നെ പോകും ഇനി അങ്ങോട്ട് മുഴുവൻ സമയം എന്നെങ്ങനെ വിശ്വസിക്കും കോൺഗ്രസിനെ? വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള പാർട്ടിയാണ്. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഒരേ സമയത്ത് നിലനിൽക്കാൻ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസിലെ വ്യക്തികൾക്ക് അഭിലാഷങ്ങളുണ്ടാകുന്നത്, ആശകളുണ്ടാകുന്നത് ഒക്കെ സ്വാഭാവികമാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ഏതാണ്ട് 800ഓളം ലോക്കൽ ബോർഡുകളിൽ കോൺഗ്രസിന് അധ്യക്ഷന്മാരെയും ഉപാധ്യക്ഷന്മാരെയും ഒക്കെ നിയോഗിക്കേണ്ടി വന്നു. ചില ചില്ലറ സ്ഥലങ്ങളിൽ ചില അമർത്തിയ ചില ചീറ്റലും ഒക്കെ ഉണ്ടായതല്ലാതെ ഒരു പൊട്ടിത്തെറി എങ്ങും ഉണ്ടായതായും നാം കണ്ടില്ല. അതിനേക്കാളൊക്കെ എളുപ്പമാകും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശാവഹമായ കാര്യം, എല്ലാ കാലത്തും ആളുകൾ കോൺഗ്രസിനെ വളരെ പരിഹാസപൂർവ്വം പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസിൻ്റെ ഒരു സംഘടനാ ശക്തിയെക്കുറിച്ചാണ്. കോൺഗ്രസിൻ്റെ സംഘടനാ ശക്തി എക്കാലത്തും എല്ലാവരും കോൺഗ്രസിൻ്റെ സംഘടനാ ശക്തിക്ക് ദൗർബല്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കോൺഗ്രസിൻ്റെ സംഘടനാ ശക്തി വളരെ കാര്യമായി വർദ്ധിച്ചു എന്നതിൻ്റെ തെളിവാണ് ഈ പഞ്ചായത്ത് ഇലക്ഷനിലുണ്ടായ വിജയമെന്നത്. പഞ്ചായത്ത് ഇലക്ഷനിൽ സംഘടനാ ശക്തിയില്ലാതെ, സംഘടനാ ശേഷിയില്ലാതെ ഒരു പാർട്ടിക്കും വിജയിക്കാൻ കഴിയില്ല. അത് ഒരു ഫാക്റ്റാണ്. ഇപ്പോൾ എനിക്കറിയാം, മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കോൺഗ്രസിനോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ ഒട്ടേറെ പ്രദേശങ്ങളിലെ പ്രവർത്തനം ഏതാണ്ട് കോൺഗ്രസ് അവർക്ക് തീരെഴുതി കൊടുത്തിരുന്ന അവസ്ഥയിലായിരുന്നു. അവിടെയൊന്നും സംഘടന വളർത്താൻ കോൺഗ്രസ് ശ്രമിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ 2020 പെട്ടെന്ന് കേരള കോൺഗ്രസ് മുന്നണി വിട്ടുപോയപ്പോൾ അവിടെയൊക്കെ മത്സരിക്കാൻ, അവിടെയൊക്കെ വിജയിക്കാൻ കോൺഗ്രസ് വലിയ ബുദ്ധിമുട്ട് നേരിട്ടു. പക്ഷേ 2025 ആകുമ്പോൾ ആ മേഖലകളിലാകെ കോൺഗ്രസ് സ്വന്തം സംഘടനാ ശേഷി വർദ്ധിപ്പിക്കുകയും കോൺഗ്രസിന് വലിയ വിജയം നേടുവാൻ കഴിയുകയൊക്കെ ചെയ്തു. അത് സമാനമായി ഞാൻ കാണുന്നത് 1967 കേരളത്തിലെ കോൺഗ്രസിന് ഏറ്റവും വലിയ പരാജയം നേരിട്ടത്. 9 സീറ്റിലേക്ക് കോൺഗ്രസ് ചുരുങ്ങി. അടുത്ത 3 വർഷമാണ് കേരളത്തിലെ കോൺഗ്രസിന് ഏറ്റവും വലിയ സംഘടനാ ശേഷി ഉണ്ടാകുന്നത്, സംഘടനാ പ്രവർത്തനം ഉണ്ടാകുന്നത്. നിയമസഭാ കക്ഷിയിൽ കെ കരുണാകരൻ്റെ നേതൃത്വത്തിൽ ജനമധ്യത്തിൽ യുവജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഇടയിൽ AK ആന്റണിയുടെയും വയലാർ രവിയുടെയും ഉമ്മൻചാണ്ടിയുടെയും നേതൃത്വത്തിൽ ഒക്കെയുള്ള വലിയ പ്രവർത്തനങ്ങളുടെ ഫലമായി അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയായി കോൺഗ്രസ് മാറി. ഏതാണ്ട് സമാനമായ സാഹചര്യങ്ങളിലൂടെ കേരളത്തിലെ കോൺഗ്രസ് ഈ കഴിഞ്ഞ 5 വർഷം കടന്നുപോയി. കേരളത്തിലെ കോൺഗ്രസിലെ സംഘടനയെ ശക്തിപ്പെടുത്തുവാൻ, കേരളത്തിലെ പൊതുസമ്മതി വർദ്ധിപ്പിക്കുവാൻ ഒക്കെ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. അപസ്വരങ്ങൾ ഒരു കാലത്തും ഇല്ലാത്തത്ര രീതിയിൽ കോൺഗ്രസിന് കുറവാണ്. പക്ഷേ CPM ഇതേ രീതിയിൽ വർഗീയത ഉയർത്തി മാത്രമാണ് മുന്നോട്ട് പോകാൻ കഴിയുന്നതെങ്കിൽ കോൺഗ്രസിൻ്റെ പണി വളരെ എളുപ്പമാകും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനെ മുസ്ലിം ഭീതി ഉയർത്തി ഇത്രമാത്രം ഒരു വർഗീയത ഉയർത്തി പാടിക്കുന്ന ഒരു പാർട്ടിയായി CPM തകരുന്നത് വളരെ ദുഃഖമുള്ള കാര്യമാണ്. ഈ പ്രവൃത്തി തുടർന്നാൽ ബംഗാളിലെയും ത്രിപുരയിലെയും പോലെ CPM ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നത് വളരെ ദുഃഖകരമായി മാറും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.